ഗൈസ് സോ അഗൈൻ നമ്മൾ പിന്നും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്സ് 3D ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്രൈഡനെ ജയിലിൽ ഇട്ടായിരുന്നു ഗൈസ്, പോലീസ് എല്ലാവരും കൂടെ. പിന്നെ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഇന്ന് നമ്മുടെ ബ്രൈഡനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ നേതൃത്വം. ഇപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ബുഗാട്ടി എടുത്തിട്ട് അങ്ങോട്ടൊക്കെ പോകണം. ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണെന്നൊക്കെ നോക്കണം ഗൈസ്. ഇപ്പോൾ അവനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കണം ഗൈസ്. എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഗേസ്. നമുക്ക് എന്തായാലും നമ്മളെ ബുഗാട്ടി എടുത്തതിന് ശേഷം നേരെ അങ്ങോട്ട് പോകാം ഗേസ്. എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഗേസ്. എന്നാലും മനസ്സിലാവത്തുള്ളൂ എന്താണ് സംഭവം എന്നൊക്കെ ഗേസ്. ഇപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിച്ചേരാം ഗേസ്. ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ സപ്പോർട്ട് ഗേസ്. ഞാൻ എന്തായാലും നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി ഇവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിടാം. ഇവിടെ ആണെങ്കിൽ 2 പോലീസുകാരും ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. നൈസിന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം കേസ്. ഇങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ബ്രൈഡനെ രക്ഷിക്കണം. പക്ഷെ അവരടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കേസ് അവരടുത്ത്. ഇനി കെഞ്ചാണെന്ന് വയ്യ കേസ്. നമുക്ക് എന്തായാലും നൈസിന് അങ്ങോട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേസ്. ഇവിടെ ആണെങ്കിൽ 2 പോലീസുകാരനൊക്കെ നിൽപ്പുണ്ട്. സാറേ പിന്നെ ഞാൻ അങ്ങോട്ട് അകത്ത് കയറി പൊക്കോട്ടെ? ഓ അതെ സാറേ. ഇപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ കൊലയാളിയെ കണക്കാണ് കേസ് നമ്മളെ കൂട്ടുകാരനെ കാണുന്നത്. ഇവിടെ ആണെങ്കിൽ ഇവൻ്റെ അച്ഛനൊക്കെ വന്നിരിപ്പുണ്ട്. ഇതാരുടെ ഡേ നീ എന്താണ് ഇങ്ങനെ കാലൊക്കെ മടക്കിയിട്ടിരിക്കുന്നത്? എന്താണ് മൊടയാണോ ഗീസ്? ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ ഇരിപ്പുണ്ട്. ബ്രൈഡാ ഞാൻ വന്നടാ, നിന്നെ ഞാൻ രക്ഷിക്കാനാടാ ഇന്ന് വന്നിട്ടുള്ളത്. രക്ഷിക്കോടാ, ഞാൻ രക്ഷിച്ചിട്ടേ പോകത്തുള്ളൂ. വേണ്ട, നിന്നെ കൂടെ ചിലപ്പോ അവര് ജയിലിലാക്കും. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണ്ട. ഓ ശരിയാടാ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും നിന്നെ രക്ഷിക്കട്ടേ പോകത്തുള്ളൂ. ഇതിപ്പോൾ എനിക്കൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഒരാളിരിക്കുന്നില്ലേ ഗൈസ്, ആ കസേരയിൽ അയാളാണ് പരാതി കൊണ്ടുവന്ന് കൊടുത്തത്. ഇയാളെ കൊല്ലണ ഗൈസ്. എന്താണ് ബ്രോ മൊടയാണോ? ഇയാള് ശബ്ദം കേട്ടാ റോബോട്ടിനെ അടക്കുന്ന ശബ്ദം. സാറേ ഞാൻ എന്തായാലും പോവാണ് കേട്ടോ. ഓ ശരി ശരി. ഇപ്പൊ നമുക്ക് എന്തായാലും ബുഗാട്ടി എടുത്തോണ്ട് പോകാം. ഇങ്ങനെ ഞാൻ എന്തായാലും വീട്ടിൽ വന്നിട്ടുണ്ട്. എന്താണ് പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെപ്പണൊക്കെ വെച്ചതിന് ശേഷം രാത്രി അങ്ങോട്ട് ചെന്നിട്ട് ഫൈറ്റ് അങ്ങ് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമ്മളെ ബ്രൈഡനെ വിളിച്ചോണ്ട് വരാം. നമുക്ക് എന്തായാലും രാത്രിയായിട്ട് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇനിയിപ്പോഴാണ് നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്തായാലും നമ്മളെ ബുഗാട്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകണം. നമ്മളാണെങ്കിൽ കറുത്ത ഉടുപ്പൊക്കെയാണ് ഗൈസ് ഇട്ടിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. മാസ്കും വെച്ചിട്ടുണ്ട്. നമ്മളെ വെപ്പണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഇതിപ്പോൾ നമ്മളെ കാർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകും ഗൈസ്. ഇതിപ്പോൾ ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഗൈസ്. പ്ലീസ് ഗൈസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. അതത്രേ ഉള്ളൂ ഗൈസ്. ഇതിപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കത്തിച്ച് വിടാം ഗൈസ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇങ്ങനെ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ വണ്ടി ഒതുക്കി നിർത്തിയതിന് ശേഷം നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഫൈറ്റ് അങ്ങ് തുടങ്ങും ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി ഈ ഒരു സൈഡിലായിട്ട് വെക്കാം. നല്ലവരൊന്നും ഒതുക്കിയിടാൻ നിൽക്കണ്ട. നമുക്ക് നല്ല ഈ ഒരു തോക്ക് തന്നെ എടുക്കാം ഗൈസ്. പെട്ടെന്ന് റിയാക്ഷൻ ആണ്. ഇപ്പം നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട് സെറ്റാണ്. ഇത് വേണ്ട, അല്ലെങ്കിൽ വേറെ ഇതെടുക്കാം. ഇതിങ്ങനെ ഞാൻ വേറെ തോക്കെടുത്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്ത് എല്ലാ പോലീസും കൂടെ വന്ന് ഗൈസ്. വലിയ കാര്യത്തിൽ ഫൈറ്റ് ചെയ്തതാണ് ഗൈസ്. ഓഹോ അത്രയ്ക്കായി. എന്നാ പിടിച്ചോ എന്ത് കൺട്രോൾ നിന്റെ ബെൽറ്റ് നോക്കി തരാം. സാധനത്തിൽ നോക്കി അടിച്ചു കൊടുത്ത പോടാ തെറിച്ചങ്ങ് പോയി ഗൈസ്. ഇനിയിപ്പോ ഇവിടെ ഇരിക്കുന്നില്ല മറ്റേ പുള്ളിക്കാരൻ. നീ എന്താ ഇവിടെ ഇരിക്കുന്ന? അവന്റെ റോബോട്ടിന്റെ ശബ്ദം മാറിയിട്ടില്ല. കുഴപ്പമില്ല. എടാ നിന്നെ രക്ഷിക്കാൻ ഞാൻ വന്നതാ ഗൈസ്. ഇപ്പൊ നമുക്ക് നല്ല സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് പൊട്ടിക്കാം. വെളിയിൽ പോയി പൊട്ടിക്കാം. നീ അങ്ങോട്ട് കുറച്ച് മാറിയിരിക്കണം. ഞാൻ ഇപ്പൊ രക്ഷിക്കുന്നില്ല. ഇപ്പൊ നമുക്കെന്തായാലും ഇവനെ രക്ഷിച്ചിട്ട് ബോട്ട് കയറി നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകണം ഗൈസ്. എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരാം. ഇതുപോലെ ഞാനെന്തായാലും സ്റ്റിക്കി ബോംബൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മാമ എല്ലാവരും പൊക്കോ കേട്ടോ. നമുക്ക് എന്തായാലും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും പൊട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 3 സ്റ്റാർ വാണ്ടഡ് ലെവലൊക്കെ വീണിട്ടുണ്ട്. പോലീസിന്റെ വണ്ടിയൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും വരുന്ന വഴിക്ക് വരുമായിരിക്കും ഗൈസ്. എനിക്കറിയാൻ വയ്യ. നമുക്ക് എന്തായാലും നമ്മളെ ബുഗാട്ടി എടുത്തിട്ട് നേരെ നമ്മളെ ബീച്ച് സൈഡിലോട്ട് കത്തിച്ച് വിടാം ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടായിരിക്കാം നമുക്ക് അവനെ
രക്ഷിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മളെ പോലീസ് വെടിവെച്ച് മരിച്ചേനെ ഗൈസ്. അവിടെ രണ്ട് വണ്ടിയും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ബീച്ചിലോട്ട് ബുഗാട്ടി എടുത്തിട്ട് പറപ്പിച്ച് വിടാൻ ഗൈസ്. ഇങ്ങനെ ഞാനെന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബോട്ടുണ്ട്. എന്തായാലും രക്ഷയായി. ഇവിടാണെങ്കിൽ രണ്ട് പോലീസുകാർ ഓരോരുത്തർ ഓടി വരുന്നു ഗൈസ്. അടിപൊളി. നമുക്ക് എന്തായാലും പറപ്പിച്ച് വിടാം ഗൈസ്. ഇങ്ങനെ എന്തായാലും നമ്മൾ അവനെ രക്ഷിച്ചു ഗൈസ്. ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടാണ്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.